ഹലോ ഡേ 10 എൻ്റെ മോൻ ഇന്ന് ലഞ്ചിന് എന്താ കൊണ്ടുവന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് അവന് ലഞ്ചിന് ചപ്പാത്തിയാണ് കൊടുത്തു വിടുന്നത്. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മാവിൽ തന്നെ ഗ്രേറ്റഡ് പനീറെല്ലാം ചേർത്ത് നന്നായിട്ട് കുഴക്കുന്നതാണ്. കാരണം അവൻ വെജിറ്റബിളായിട്ട് നമ്മളിങ്ങനെ സാൻഡ്വിച്ച് പോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. ഇതാകുമ്പോൾ അവൻ അറിയത്തില്ല, മാവിൽ തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ സ്നാക്സിനായിട്ട് ഇത് ഞങ്ങൾ റെഡിയന്മാർ ചെയ്യുന്ന ഒരു സ്നാക്സാണ്, അതായത് ചക്കട്ടി എന്ന് പറയും. നമ്മൾ പെൺപിള്ളേർക്ക് പ്രായപൂർത്തിയാവുന്ന പെൺപിള്ളേർക്ക് ഒത്തിരി ഹെൽത്തിന് നല്ലതായിട്ടുള്ളൊരു സ്നാക്കായിട്ട് എങ്ങനെയാണ് കഴിക്കിയത്. ഇത് ചെയ്യുന്നത് എങ്ങനെ പറഞ്ഞാൽ അരിയും ഉഴുന്നും ചെറുപയർ പരിപ്പും ഇതെല്ലാം നന്നായിട്ട് വറുത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്ത് മാറ്റി വയ്ക്കും. അളവ് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഇതിൽ ചേർന്ന് ചക്കരയും നെയ്യും നല്ലെണ്ണയും ഇതൊക്കെ ചേർത്ത് ചെയ്യുന്നതാണ്. നമ്മൾ മലയാളികളും മറ്റേ അശോക പൂവൊക്കെ ഇട്ട് നമ്മൾ ഒരു ലേഹ്യം പോലെയൊക്കെ ചെയ്യും. പക്ഷേ ഇത് ലേഹ്യത്തിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല, നല്ലൊരു സ്വീറ്റാണ്. പക്ഷേ ഒത്തിരി ബെനിഫിറ്റാണ് ഇത്. അതൊരു നല്ലതാണ്, പെൺപിള്ളേർക്ക് ആൺപിള്ളേർക്ക് എല്ലാം കഴിക്കാം. അപ്പോൾ അവൻ ഇന്ന് സ്നാക്സ് ആയിട്ട് അതാണ് കൊടുത്തത്. അവൻ ഒത്തിരി ഇഷ്ടമാണത്. പിന്നെ ഒരു ബണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ലഞ്ചായിരുന്നു. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അവൻ ചോറ് എന്താ കൊടുത്തത്. ചോറ് കൊടുത്ത് വിടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചോറ് കൊടുത്ത് വിടുന്നുണ്ട്. ചോറ് അവൻ റിട്ടേൺ കൊണ്ടുവരുന്നത്, ഫുള്ളും കഴിക്കുന്നില്ല. അതാകുമ്പോൾ പിന്നെ വീട്ടിൽ വൈകുന്നേരം കൊടുക്കാറില്ല, നമ്മൾ ഭാര്യ കുടുംബം അങ്ങനെ ഇങ്ങനെ അവൻ കഴിക്കും. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ സ്നാക്സ് ഒക്കെ തന്നെയാണ് അവൻ കൊടുത്ത് വിടുന്നത്. അവർക്ക് 2 നേരം സ്നാക്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര സ്നാക്സ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ തന്നെ അവൻ്റെ ലഞ്ച് ബാഗിൽ തന്നെ എല്ലാം പാക്ക് ചെയ്തു, സ്കൂൾ ബാഗ് റെഡിയാക്കി. അപ്പോൾ ഇന്നത്തെ ടാറ്റ ബൈ.